الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لسبأ في مسكنهم آية جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നന്ദിയുള്ളവരായി അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിച്ച് മുത്തഖീകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്നപോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 79 വർഷം തികയുന്ന സന്ദർഭമാണിത്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പൂർവികരായ രാഷ്ട്ര നേതാക്കന്മാരും നായകന്മാരും കഷ്ടപ്പെട്ട് പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു പശ്ചാത്തലം നമ്മൾ ഓർക്കുകയും ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന സവിശേഷമായ അതിന്റെ പ്രത്യേകതകളും പൈതൃകങ്ങളും കാത്തുസൂക്ഷിക്കുവാൻ നാം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജനിച്ച നാട്ടിൽ സ്വാതന്ത്ര്യമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിച്ച പൂർവികന്മാരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഇന്നും എത്രയോ നാടുകളിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ലാതെ അവരുടേതായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാതെ അടിച്ചമർത്തപ്പെട്ട് കഴിയുന്ന നിരപരാധികളായ പാവപ്പെട്ട ആളുകളെ ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ഓർക്കുന്ന ലോകരാജ്യങ്ങളിൽ ശ്രദ്ധേയമായ
ഒരു ജനവിഭാഗമാണ് നമ്മുടെ ആദർശ സഹോദരങ്ങളായ ഫലസ്തീനികളെ കുറിച്ച്. അവർക്ക് അവരുടേതായ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കുവാനും സമാധാനത്തോടുകൂടി ഓരോ മേഖലകളിലേക്കും ഇറങ്ങിപ്പുറപ്പെടുവാനും സാധിക്കാത്ത സാഹചര്യത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ നമുക്ക് മുസ്ലിമായി ജീവിക്കുവാനും ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. ലോകത്ത് എവിടെയെല്ലാം വിശ്വാസികൾ പ്രയാസപ്പെടുന്നുണ്ടോ, വിശിഷ്യ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ആധുനിക സമൂഹത്തിന് വാസ്തവത്തിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ വിലയും അത് നേടിയെടുക്കുവാൻ നമ്മുടെ പൂർവികർ അധ്വാനിച്ച അധ്വാനത്തിന്റെ, ത്യാഗത്തിന്റെ, പരിശ്രമത്തിന്റെ മൂല്യങ്ങളും അതിന്റെ ഒക്കെ വിലയും അറിയുന്നില്ല എന്നത് ദുഃഖകരമായൊരു സത്യമാണ്. സ്വാതന്ത്ര്യം എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ആവശ്യമാണ്. ഏതൊരു മനുഷ്യന്റെയും അടങ്ങാത്ത ആഗ്രഹവും അവകാശവുമാണ്. എന്നാൽ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ നന്മയെക്കുറിച്ച് വിലയിരുത്തുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുവാൻ സാധിക്കും സ്വാതന്ത്ര്യത്തിന് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്നത്. നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ അനന്തര ഫലങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ആർക്കും എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാം എന്ന് വന്നാൽ അക്രമവും കൊള്ളയും കലാപവും ഒക്കെയായിരിക്കും ഈ നാട്ടിലുണ്ടാവുക. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അവരുടെ ശക്തിയും തടിമിടുക്കും അനുസരിച്ച് എന്തും ചെയ്യാം. കാരണം ഞാൻ സ്വതന്ത്രനാണ് എന്ന രീതിയിലായി കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയും എന്റെ കൈവീശുവാൻ എനിക്ക് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മറ്റുള്ളവന്റെ മൂക്കിന്റെ അവിടം വരെയുള്ളൂ എന്റെ സ്വാതന്ത്ര്യം. എന്റെ കൈ ഞാൻ വീശുമ്പോൾ അത് തൊട്ടടുത്തിരിക്കുന്നവന്റെ മൂക്കിൽ തട്ടിയാൽ അവന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലായി. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ചില അതിർവരമ്പുകൾ വേണമെന്നുള്ള കാര്യം വിശേഷ ബുദ്ധിയുള്ള മകതിരിയുള്ള എല്ലാവരും അംഗീകരിക്കും. പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിന്റെ സവിശേഷതയും അത് തന്നെയാണ്. ഒന്നാമതായി നമ്മൾ ആലോചിക്കുമ്പോൾ മതത്തിന്റെ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരെ വേണമെങ്കിലും വിമർശിക്കാം, ചീത്ത പറയാം എന്നിങ്ങനെയുള്ള ഒരു ലിബറൽ മെന്റാലിറ്റി ഒരിക്കലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുന്നില്ല. അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ പ്രവാചകൻ പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ സന്ദേശം ഇന്നതാണ് എന്നറിഞ്ഞാൽ അത് പിൻപറ്റുവാൻ വിശ്വാസികളായ എല്ലാവരും ബാധ്യസ്ഥരാണ്. തോന്നിയതൊക്കെ പറഞ്ഞും ചെയ്തും എന്തും ഏതും എതിർത്തും വിമർശിച്ചുകൊണ്ടുമൊക്കെ സർവതന്ത്ര സ്വതന്ത്രരാകുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുന്ന ഒരു സംഗതിയല്ല. വളരെ അപകടകരമായ ഒരു ആശയതലമാണ് അത്തരം ലിബറൽ ചിന്താഗതികളിലൂടെ ആളുകൾ ചേക്കേറുന്നത്. ആരും ചോദിക്കുവാനും പറയാനും വരേണ്ടതില്ല. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ആളുകൾ, വിദ്യാഭ്യാസമുള്ള മക്കൾ മാതാപിതാക്കളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്. അവരെ അക്ഷരം പഠിപ്പിച്ച് വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത ഗുരുനാഥന്മാരുടെ അധ്യാപകരുടെ നേർക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അവർ പറയുന്നു, മൈ ലൈഫ് മൈ റൂൾസ്, എന്റെ ജീവിതം അത് എങ്ങനെ ജീവിക്കണം, അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ആരും പഠിപ്പിക്കാൻ വരേണ്ടതില്ല. എനിക്കൊക്കെ ഒരു മെച്യൂരിറ്റി എത്തിയിട്ടുണ്ട്, ഞാൻ തീരുമാനിച്ചുകൊള്ളും. എന്നാൽ ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഈമാനുള്ള ഒരു പെണ്ണിനും ഒരു ആണിനും ഉണ്ടാകുവാനേ പാടില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവോ അവന്റെ റസൂലോ ഒരു കാര്യം കൽപ്പിച്ചാൽ വിധിച്ചാൽ, അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം, പിന്നീട് അവർക്ക് സ്വതന്ത്രമായ ഒരു നിലപാട്, അഭിപ്രായം ഉണ്ടാകുവാൻ പാടില്ല. അള്ളാഹു ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വേഷം ധരിക്കുവാൻ പഠിപ്പിച്ചാൽ, ഇന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഭക്ഷണ രീതികൾ ഉണ്ടാകേണ്ടത്, ആഘോഷത്തിന്റെ രീതികൾ ഉണ്ടാകേണ്ടത് എന്നിങ്ങനെ ജീവിതത്തിന്റെ അതിർവരമ്പുകൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഈമാനുള്ള ഒരാണിനും ഈമാനുള്ള ഒരു പെണ്ണിനും സ്വതന്ത്രമായി മറ്റൊരഭിപ്രായം ഉണ്ടാകുവാൻ പാടില്ല. അള്ളാഹ് എന്ത് പഠിപ്പിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും അതൊന്നും എനിക്ക് അംഗീകരിക്കേണ്ട ബാധ്യതയില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് എന്ന് പറഞ്ഞ് ആരെങ്കിലും അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ധിക്കരിച്ചാൽ അവർ വ്യക്തമായ വഴികേടിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഇസ്ലാം സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. പക്ഷേ എവിടെ വരെ?
അള്ളാഹു പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ അതിർവരമ്പുകൾ വരെയും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് യഥേഷ്ടം കൈവീശാം, പക്ഷെ ആ കൈവീശുന്ന എന്റെ സ്വാതന്ത്ര്യം എവിടെ അവസാനിക്കുന്നു? എന്റെ സഹോദരന്റെ മൂക്കിൽ തട്ടാൻ, അവന്റെ മുഖത്തടിക്കാൻ ആ കൈകൊണ്ട് പാടില്ല എന്നിടത്ത് ആ സ്വാതന്ത്ര്യത്തെ നിമിത്തി ചെയ്യുകയാണ്. അതേപോലെ പരിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 51, 52 ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നു. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നിലപാട്, അവരുടെ പ്രഖ്യാപനം ഇത്ര മാത്രമേ ആകുവാൻ പാടുള്ളൂ. ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അവരെ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും വരൂ എന്നവരോട് പറഞ്ഞാൽ, എന്തിന്? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിലുള്ള വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ, വിധി പറയാൻ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളുണ്ട്. അതിലേക്ക് വരൂ എന്ന് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് ഇത്രയേ പറയാൻ പാടുള്ളൂ. എന്ത്? അയ്യഖൂലു സമിഅനാ വഅതഅനാ, അല്ലാഹു പറഞ്ഞത് എന്താണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചതെങ്കിലും ഞങ്ങളത് കേൾക്കാൻ സന്നദ്ധരാണ്, അതിന് കീഴ്പ്പെടുവാനും അനുസരിക്കുവാനും ഞങ്ങൾ ഒരുക്കമാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയം വരിക്കുന്നവർ. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖി, ആർ അല്ലാഹുവിനെ അനുസരിക്കുന്നുവോ, വഴിപ്പെടുന്നുവോ, അവന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ, അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് ജീവിതത്തിൽ ആത്യന്തികമായി വിജയം കൈവരിക്കുന്നവർ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബ വ്യവസ്ഥ, ഇസ്ലാം പഠിപ്പിച്ച സാമ്പത്തിക രംഗത്തെ നിയന്ത്രണങ്ങൾ, ചിട്ടവട്ടങ്ങൾ, അനന്തരാവകാശ നിയമങ്ങളിലെ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, സ്ത്രീയും പുരുഷനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ നിയമശാസനകൾ, ഇതൊക്കെ അറുപഴഞ്ചനാണ് എന്ന് പറയുന്ന ആളുകൾ 6-ാം നൂറ്റാണ്ടിലേതാണ്. ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ഇത് യോജിക്കുകയില്ല എന്ന് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ ഭൂമികയിൽ, ഇസ്ലാമിന്റെ വൃത്തത്തിൽ, ഇസ്ലാമിന്റെ സർക്കിളിൽ അവർക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം ഈ പറഞ്ഞ ആയത്തുകളും ഇതിന് സമാനമായ നിരവധി ആയത്തുകളും ഹദീസുകളും നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ നിയന്ത്രണങ്ങൾ പാരതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് എന്ന ചിന്ത അപകടകരമാണ്. ചെറിയ കുട്ടികൾ മൂർച്ചയുള്ള കത്തിയുമായി കളിക്കുന്നത് കണ്ടാൽ സ്നേഹമുള്ള മാതാപിതാക്കൾ, മുതിർന്നവർ അവരിൽ നിന്നത് ബലമായി പിടിച്ചു വാങ്ങിക്കും, അതിന്റെ സുരക്ഷിതമായ സ്ഥലത്ത് വെക്കും. ആ കുട്ടികളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അതിന്റെ പരിണിതി എന്തായിരിക്കും, അതിന്റെ അപകടങ്ങൾ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കി മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് കളിക്കുവാൻ അവരെ സമ്മതിക്കാതിരിക്കുമ്പോൾ ആ കുട്ടിയല്ലേ, കരയുകയില്ലേ എന്നൊന്നും വിചാരിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് എന്ന് ആരും പറയുകയില്ല. ഇതേപോലെ ചില അപകടകരമായ സ്ഥലങ്ങളിലേക്ക് അവിടെ ചില ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. ഡോണ്ട് ടച്ച്, തൊട്ടുപോകരുത്. അതേപോലെ ഡേഞ്ചറസ്, അത് അപകടകരമായ സംഗതിയാണ്, അവിടേക്ക് പോകരുത്, അടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തന്നെ നന്മക്ക് വേണ്ടിയാണ് ഇത് തിരിച്ചറിയുകയും അതിലൊരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന് ഒച്ചയുണ്ടാക്കുകയോ മുറവിളി കൂട്ടുകയോ ചെയ്യാതെ അനുസരിക്കുന്നവരാണ് വിവേകശാലികളായ എല്ലാവരും. അതുകൊണ്ട് തന്നെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ജീവിതം, തോന്നിയത് തിന്ന്, തോന്നിയത് കുടിച്ച്, തോന്നിയത് ചെയ്ത് ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭംഗിയായി നല്ലതായി തോന്നിയേക്കാമെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ആ ചിന്താഗതി ഇസ്ലാമിനെതിരാണ്. അത് നമ്മുടെ ഫിത്രത്തിന്, ശുദ്ധ പ്രകൃതിക്ക്, അള്ളാഹു നമ്മെ സൃഷ്ടിച്ച നമ്മുടെ പ്രകൃതിക്ക് തന്നെ എതിരാണ്. മനുഷ്യന്റെ നന്മകൾക്ക്, മസ്വാലിഹകൾക്കെതിരാണ്. അതേപോലെ മനുഷ്യന്റെ പരിമിതിയെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഖൈറും ഷർറും നമുക്ക് തീരുമാനിക്കുവാൻ ചിലപ്പോൾ നമ്മൾ ഖൈറാണെന്ന് വിചാരിക്കും. അത് ആത്യന്തികമായി ഖൈറല്ല എന്നുള്ളത് പിന്നീട് ഭാവിയിൽ നമുക്ക് അനുഭവത്തിലൂടെ അല്ലെങ്കിൽ വിവരമുള്ള ആളുകൾ പഠനവും ഗവേഷണവും നടത്തി പറയുമ്പോൾ, ഓ ഞാൻ ശരിയെന്ന് ധരിച്ചത് ശരിയല്ല അല്ലേ എന്നപ്പോഴായിരിക്കും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക. അതുകൊണ്ട് ആത്യന്തികമായി ശരി തെറ്റുകൾ പറഞ്ഞു തരാൻ അള്ളാഹുവിന്റെ വഹി വേണം, ഖുർആനും തിരുസുന്നത്തും വേണം. രണ്ടാമതായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഉള്ളതാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംരക്ഷിക്കുവാൻ കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടാകരുത്. പരസ്പരമുള്ള അംഗീകാരവും ആദരവുമാണ് നമുക്ക് വേണ്ടത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന മട്ടിലാകരുത് നമ്മൾ നമ്മുടെ കഴിവും അതേപോലെ സ്വാതന്ത്ര്യവും സ്വാധീനവും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം, പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കാം, ആസ്വദിക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് ശല്യമാകരുത്.
അഥവാ നമുക്ക് സംസാരിക്കാം, തമാശ പറയാം, അതിൽ ചിരിക്കാം, പക്ഷേ ഒച്ചയിട്ട് മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്ന, നമ്മുടെ കൂടെ കഴിയുന്ന, ക്യാമ്പസിൽ ഒരുമിച്ച് പഠിക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ യാത്രാ സന്ദർഭങ്ങളിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സഹയാത്രികൾ ഉണ്ടാകും. വിദ്യാസമ്പന്നരായ ആളുകൾ പോലും സംഘടകരമെന്ന് പറയട്ടെ, ദീർഘയാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അവരവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയാണ്. ഒച്ചയിൽ, ലൗഡ് സ്പീക്കറിൽ അവർ പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, ശബ്ദമിട്ടുകൊണ്ട് അവർ സംസാരിക്കുന്നു, വിനിമയങ്ങൾ നടത്തുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. തൊട്ടടുത്തുള്ള സഹയാത്രികന്റെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് അതൊരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ അങ്ങനെ തന്നെ കാതടപ്പിക്കുന്ന ശബ്ദ കോലാഹലങ്ങളിലൂടെ എന്റെ സ്വാതന്ത്ര്യം എന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ തൊട്ടടുത്ത് ഉറങ്ങുന്ന ആളുകളുണ്ടാകും, രോഗികളായ ആളുകളുണ്ടാകും, പിഞ്ചു കുട്ടികളുണ്ടാകും. അവരെയെല്ലാം വേദനിപ്പിച്ചുകൊണ്ട്, ശല്യം ചെയ്തുകൊണ്ട്, അവർക്കെല്ലാം നന്മ ചെയ്തു കൊടുക്കുവാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആ നന്മ ചെയ്തില്ലെങ്കിലും അവരെ ശല്യം ചെയ്യാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നന്മ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യാൽ ഒരാൾക്കും ഒരു ശർറ് വരാതിരിക്കാൻ, ഒരു ദ്രോഹവും ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലും സദഖയാണ്, പുണ്യമാണ് എന്ന് മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചക തിരുമേനി പറഞ്ഞു, നിങ്ങൾ അന്യായങ്ങളെ, അക്രമങ്ങളെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് നിങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ, അന്യായങ്ങൾ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഇരുട്ടുകളായി, അന്ധകാരങ്ങളായി നിങ്ങളെ ചുറ്റും പൊതിയുന്നതാണ്. നിങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുമ്പോൾ, എന്റെ നാവ് കൊണ്ട്, എന്റെ കൈ കൊണ്ട്, എന്റെ അധികാരം കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ സ്വാധീനം കൊണ്ട് ഞാൻ ഒരാളെയും ഉപദ്രവിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, ദുർബലരായ ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് അവരുടെ അവകാശങ്ങൾ ചോദിക്കുവാനും നേടിയെടുക്കുവാനും ഒരുപക്ഷെ അവർക്ക് വോയിസ് ഉണ്ടാവുകയില്ല, അവർക്ക് ശക്തി ഉണ്ടാവുകയില്ല. ആ സന്ദർഭത്തിൽ മിടുക്കുള്ള, തന്റേടമുള്ള, സ്വാധീനമുള്ള ആളുകൾ അവർക്ക് നേരെ അന്യായങ്ങൾ ചെയ്യുമ്പോൾ മൗനികളായി നോക്കി നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ മർദ്ദിതരായ ആളുകളുടെ പ്രാർത്ഥനയെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദ്ദിതന്റെ ദുആയെ, പ്രാർത്ഥനയെ നീ ഭയക്കേണ്ടതുണ്ട്. കാരണം ഫലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്, പടച്ച റബ്ബിന്റെയും ആ ദുആയുടെയും ഇടയിൽ ഒരു മറയുമില്ല. റബ്ബിലേക്ക് വേഗം അതെത്തും. നമ്മുടെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സ്വാധീനവും അധികാരവും സമ്പത്തും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അയൽവാസിയെ ദ്രോഹിക്കുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ദുർബലരായ പാവപ്പെട്ട ആളുകളെ ശല്യം ചെയ്യുന്നുവെങ്കിൽ, അവർക്കാർക്കും ഒരുപക്ഷെ നമുക്കെതിരിൽ നിയമ നടപടികളുമായി, അതല്ലെങ്കിൽ അതിനൊരു പ്രതിക്രിയ ചെയ്യാൻ, ചോദ്യം ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അയാളുടെ മനസ്സ് നൊന്തുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അയാൾ കൈ ഉയർത്തി ദുആ ചെയ്താൽ നമ്മുടെ എല്ലാം ദുനിയാവിൽ തന്നെ തീർന്നു പോകാൻ അത്തരം ദുആ കൊണ്ട് സാധിക്കും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചിലപ്പോൾ വീടിന്റെ അയൽപക്കത്ത് താമസിക്കുന്ന ആളുകളുടെ അതിരുതിരക്കി അവിടെ കയ്യേറുന്ന ആളുകൾ അല്പമൊന്ന് നീട്ടിയെടുക്കാൻ ഒരു സെന്റിമീറ്റർ ആയിരിക്കും ഒരുപക്ഷെ ദുനിയാവിൽ നമ്മൾ അധികമായി എടുക്കുന്നതെങ്കിൽ, അതേപോലെ തന്നെ വാപ്പയില്ലാത്ത യതീമക്കളുകളായ, അനാഥകളായ ആളുകളുടെ സമ്പത്ത് യഥേഷ്ടം കയ്യിട്ട് വാരുകയും അതിന്റെ സംരക്ഷകർ എന്ന വ്യാജേന കടന്നുകൂടി അതിൽ നിന്ന് അനർഹമായി പറ്റുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പരലോകത്ത് അതിനെല്ലാം കണക്ക് പറയേണ്ടി വരുമെന്നുള്ളത് നമ്മുടെ അധികാരവും നമ്മുടെ സ്വാതന്ത്ര്യവും ഒക്കെ ശ്രദ്ധിക്കേണ്ട അതിർവരമ്പുകളാണ്. മുആവിയ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നി ലഅസ്തഹി അൻ അദ്ലിമ മൻ ലാ യജിദു അലയ്യ നാസിറൻ ഇല്ലല്ലാഹ്, എനിക്കെതിരിൽ പടച്ചിറപ്പല്ലാത്ത ഒരാളെയും ഒരു സഹായിയായി, പിന്തുണക്കാരനായി ഇല്ലാത്ത, അഥവാ എനിക്ക് തണ്ടിയില്ലാത്ത, എന്നോടൊപ്പം വരാൻ ഒത്തവരല്ലാത്ത ഒരാളുമായി ഏറ്റുമുട്ടുന്നതിനെ, അയാളോട് അന്യായം ചെയ്യുന്നതിനെ ഞാൻ വെറുക്കുന്നു, ലജ്ജിക്കുന്നു എന്നാണ്. ആരുമില്ല തിരിച്ചു ചോദിക്കാൻ, അവരോട് എന്തും ചെയ്യാം എന്ന ന്യായമല്ല, രീതിയല്ല ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇയ്യാക വദംഅത്തൽ യതീം,
നീ സൂക്ഷിക്കേണ്ടതുണ്ട് അനാഥയുടെ കണ്ണുനീർ കണങ്ങളെ, മർദ്ദിതന്റെ പ്രാർത്ഥനയെയും. ആളുകളെല്ലാം സുന്ദരമായി ഊർക്കം വലിച്ചു കിടന്നുറങ്ങുമ്പോൾ അവയെല്ലാം പ്രാർത്ഥനകളായി പടച്ചറപ്പിലേക്ക് കയറിപ്പോകുന്നുണ്ട് എന്നുള്ള കാര്യം നീ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ കാരണത്താൽ, എന്റെ വാക്ക് കാരണത്താൽ, സംസാരം നിമിത്തമായി ഒരാൾ കരയാൻ, വേദനിക്കാൻ, എനിക്കെതിരിൽ ദുആ ചെയ്യാൻ അവസരമുണ്ടാക്കാതിരിക്കുക എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അക്രമികളായ ആളുകൾക്ക് ഉറ്റ ബന്ധുവോ സഹായികളോ അതല്ലെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ, ശുപാർശ പറയാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. അക്രമികളായ ആളുകൾക്ക് സഹായികളായി ആരും ഉണ്ടാവുകയില്ല എന്നും ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ വ്യത്യസ്ത രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കഴിവുള്ളവർ, സമ്പത്തുള്ളവർ, സ്വാധീനമുള്ളവർ, അധികാരമുള്ളവർ, ഇങ്ങനെ പല രീതിയിൽ ഉള്ളവരുള്ളപ്പോൾ അതൊന്നും ഇല്ലാത്ത പരിമിതികളും കുറവുകളുമുള്ള പല ആളുകളും മറുഭാഗത്തുണ്ടാകും. ആ സന്ദർഭത്തിൽ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ നിയമങ്ങളും അതിർവരമ്പുകളും പാലിച്ചുകൊണ്ട് ഒരിക്കലും അത് പരലോകത്ത് ഭാരമായി വരാതിരിക്കാൻ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും പടച്ചറമ്പ് ചോദിക്കുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് പുണ്യമായി, നന്മയായി പലതും ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവോടുകൂടി അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ നിയമത്തുകളും പടച്ചറമ്പ് ഇഷ്ടപ്പെടുന്ന നന്മയിൽ വിനിയോഗിക്കാൻ നാം മനസ്സുവെക്കുക, പരിശ്രമിക്കുക. അർഹമുർ റഹീമായ അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാതന്ത്ര്യവും നിർഭയത്വവും അള്ളാഹു നൽകിയ വലിയ നിഅമത്തുകളാണ് എന്ന് തിരിച്ചറിഞ്ഞ് പടച്ചറബിന് ശുക്ർ ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഫലസ്തീനിലേതുപോലെ മർദ്ദിക്കപ്പെട്ട സ്വാതന്ത്ര്യമോ അവകാശങ്ങളോ നിഷേധിക്കപ്പെടുന്ന ആളുകൾ, അവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യവും നിർഭയത്വവും ഒക്കെ വലിയ നിഅമത്തുകളായി തിരിച്ചറിഞ്ഞ് അള്ളാഹു നമ്മളെ ചുമതലപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ബാധ്യതകൾ നിർവഹിക്കുവാനും നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ 34-ാം അധ്യായം സൂറത്ത് സബയിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചതുപോലെ ചില തിരിച്ചടികൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു പിൻവലിക്കുന്ന അവസ്ഥയുണ്ടാകും. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. സബഅുകാർക്ക്, യമനിലെ ആ വിഭാഗത്തിന് അവരുടെ താമസ സ്ഥലത്ത് അള്ളാഹു ധാരാളം ദൃഷ്ടാന്തങ്ങൾ, അനുഗ്രഹങ്ങൾ നൽകി. അതിൽ പ്രധാനമായി അള്ളാഹു എടുത്തു പറഞ്ഞു, ജന്നതാനി അൻ യമീനിൻ വശിമാൽ. ഇരുഭാഗത്തും സുഭിക്ഷമായ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ നിറഞ്ഞ 2 തോട്ടങ്ങൾ, യഥേഷ്ടം കായ്കനികൾ കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ 2 തോട്ടങ്ങൾ അള്ളാഹു അവർക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും. പടച്ചറബ് നിങ്ങൾക്ക് നൽകിയ റിസ്ഖിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തോളൂ. വഷ്കുറൂ ലഹു. നിങ്ങൾ ആ പടച്ചറബിനോട് നന്ദി കാണിക്കാൻ മറന്നു പോകരുത്. ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. സുഭിക്ഷമായ സുന്ദരമായൊരു നാട്, അബദ്ധങ്ങൾ സംഭവിച്ചാൽ, പൊറുക്കലിനെ തേടിയാൽ പുറത്തു തരുവാൻ സന്നദ്ധനായ ഗഫൂറും തവ്വാബുമായ അല്ലാഹു. ഇതിൽ പരം എന്ത് വേണം നിങ്ങൾക്ക്? പക്ഷേ അവർ എന്ത് ചെയ്തു എന്നറിയോ? ഫഅറദു. ആ നിർദ്ദേശങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു. ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം. അവർക്ക് നേരെ അള്ളാഹു ശക്തമായ ഒരു പ്രളയം, ഒരു അണക്കെട്ട് പൊട്ടി വലിയൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നു.
وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأكل وشيء من سدر قليل. അവർക്ക് സുഭിക്ഷമായ ആരോഗ്യദായകമായ നല്ല നല്ല ഫ്രൂട്ട്സും കായ്കനികളും നൽകുന്ന തോട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ആ രണ്ട് തോട്ടങ്ങളെയും നിശേഷം നാമാവശേഷമാക്കി നശിപ്പിച്ചു കളഞ്ഞതിന് ശേഷം അള്ളാഹു പകരം നൽകിയതോ അവർക്ക് വെറും ഉപകാരപ്രദമല്ലാത്ത ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില പാഴ്മരങ്ങളും അങ്ങനത്തെ ചില തോട്ടങ്ങളായിരുന്നു. അവർ നന്ദികേട് കാണിച്ചതിനാൽ നിഷേധത്തിന്റെ അനന്തരഫലമായി നാം കൊടുത്ത ജസാ ആണ്, പ്രതിഫലമാണത്. വഹൽ നുജാസി ഇല്ലൽ കഫൂർ. അത്തരം നന്ദികെട്ട നിഷേധികളായ ആളുകളെ ആ രൂപത്തിലല്ലാതെ നാം അവർക്ക് പ്രതിഫലം നൽകുമോ എന്നാണ് ഖുർആൻ അവിടെ പഠിപ്പിച്ചത്. അതേപോലെ സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, പടച്ച റബ്ബ് നിങ്ങളോട് വിളംബരം ചെയ്തിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശകർതും, നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുകയാണെങ്കിൽ, ശുക്ർ ചെയ്യുകയാണെങ്കിൽ, ലഅസീദന്നകും, ഉറപ്പായും നാം നിങ്ങൾക്ക് ഏറ്റി തരും, അധികരിപ്പിച്ചു തരും. അതൊരു പക്ഷെ ആരോഗ്യമായിരിക്കാം, സമ്പത്തായിരിക്കാം, അറിവായിരിക്കാം, മക്കളായിരിക്കാം എന്ന് വേണ്ട ദുനിയാവിൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര നിയമത്തുകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് നൽകിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പടച്ച റബ്ബിന് ശുക്ർ ചെയ്യുവാൻ, നന്ദി കാണിക്കുവാൻ നമ്മൾ സന്നദ്ധരായാൽ, മനസ്സുകൊണ്ട് അംഗീകരിച്ച് നാവുകൊണ്ട് പടച്ച റബ്ബിനെ പുകഴ്ത്തി വാഴ്ത്തി അവയവങ്ങൾ കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ നന്ദിയുള്ള അടിമകളായി നമ്മൾ ജീവിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു ദുനിയാവിൽ തന്നെ നിഅമത്തുകൾ ഏറ്റി തരും എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. വലഇൻ കഫർതും, ഇനി നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ, ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ അതികഠിനമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകണ്ട എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം ഉണർത്തുന്നുണ്ട്, വലഇൻ കഫർതും ഐ കഫർതുമുൻ നിഅം, അള്ളാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, വസതർതുമൂഹ, ആ നിഅമത്തുകളെ നിങ്ങൾ മറച്ചു വെക്കുകയാണ്. പടച്ചറപ്പ് തന്ന അനുഗ്രഹമാണ് എന്ന് പറയാനോ ഓർക്കാനോ സന്നദ്ധരല്ലാതെ ആ അനുഗ്രഹങ്ങളെയെല്ലാം നിങ്ങൾ കർത്തനിട്ട് മറച്ചു വെക്കുകയാണെങ്കിൽ, വജഹത്തുമൂഹ, അവയെല്ലാം നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് പറഞ്ഞത്. വദാലിക ബിസൽബിഹാ അൻഹു, ഒരുപക്ഷെ ആ അനുഗ്രഹങ്ങൾ പടച്ചറപ്പ് നിങ്ങളിൽ നിന്ന് പിൻവലിക്കുകയായിരിക്കും. അതേപോലെ പടച്ചറപ്പിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് പെയ്തിറങ്ങുകയായിരിക്കും. അലാ കുഫ്രിഹ, ആ നിഅമത്തുകളെ നിഷേധിച്ചതിന്റെ പേരിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, സമകാലിക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാമിന്റെ ആശയങ്ങൾ പറയാൻ, പള്ളി ഉണ്ടാക്കാൻ, ബാങ്ക് വിളിക്കാൻ, നമസ്കരിക്കാൻ ഒക്കെ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആ ദീനനുസരിച്ച്, നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യ രാജ്യം നമുക്ക് നൽകുന്ന പൗരനെന്നുള്ള നിലയിലുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉപയോഗപ്പെടുത്തി നന്മയുടെ ഭാഗത്ത് അത് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ, ശുക്ർ ചെയ്തിട്ടില്ല എങ്കിൽ, ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യം നമ്മളിൽ നിന്ന് അള്ളാഹു പിൻവലിച്ചേക്കും. ഫലസ്തീനികൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സഹോദരങ്ങൾ, അതേപോലെ മറ്റു പല ആളുകളും അനുഭവിക്കുന്നത് പോലെ പാരതന്ത്ര്യത്തിന്റെ അടിച്ചമർത്തലുകളുടെ, ദൗർബല്യങ്ങളുടെ അവസ്ഥകൾ കടന്നു വരാതിരിക്കാൻ ഉത്തരവാദിത്വം ഇത് നിർവഹിക്കണം. അള്ളാഹുവിന്റെ ദീനിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാൻ, ദീനനുസരിച്ച് ജീവിക്കാൻ. പള്ളി ഉണ്ടായിട്ടും പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്യാൻ, നിസ്കരിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ ഇനി പള്ളി പൊളിച്ചാൽ അവർക്കെന്താ? ഇതേപോലെയുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ആത്മാർത്ഥമായി നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ദീനിന്റെ വഴിയിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ സൽബുദ്ധി തോന്നിപ്പിച്ചുകൊണ്ട് നന്മയുടെ പാതയിലേക്ക് കടന്നു വരുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അർഹമർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് മുന്നേ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്, ഇന്നലെ നമ്മുടെ ആദർശ സഹോദരൻ എറണാകുളം കലൂരിലുള്ള യഹിയ സാഹിബ്
രോഗമായിരുന്നു അദ്ദേഹത്തിന്. നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ചു. ഇന്നലെ അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പരലോകത്ത് സ്വർഗം നൽകി അദ്ദേഹത്തെയും അതുപോലെയുള്ള എല്ലാ സത്യവിശ്വാസികളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.